മലയാളി സിനിമാ പ്രേമികൾക്ക് മുന്നിലേക്ക് തികച്ചും വ്യത്യസ്തവും മികച്ചതുമായ സിനിമകളുമായി എത്തിയ ഒരു ഡയറക്ടർ ആക്ടർ കോംബോ ആണ് രഞ്ജിത്തും മമ്മൂട്ടിയും. ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെ തുടക്കമിട്ട ഈ കൂട്ടുകെട്ടിൽ നിന്നും പിന്നീട് ആസ്വാദന മികവും നിരൂപക പ്രശംസയും നേടിയ ഒരു പിടിച്ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തി. പ്രാഞ്ചിയേട്ടനും പാലേരി മാണിക്യവുമൊക്കെ മമ്മൂട്ടി രഞ്ജിത്ത് കോംബോയിൽ പിറന്ന അനശ്വര സിനിമകളാണ്. ഇപ്പോഴിതാ ഈ കൂട്ടുകെട്ടിൽ നിന്ന് പുതിയൊരു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നു. 6 വർഷങ്ങളുടെ ഇടവേളയ്ക്കു ശേഷമാണ് മമ്മൂക്ക വീണ്ടും രഞ്ജിത്തിന്റെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. MD വാസുദേവൻ നായരുടെ രചനകളെ ആസ്പദമാക്കി മലയാളത്തിലെ പ്രശസ്തരായ 8 സംവിധായകർ ഒരുക്കുന്ന 9 ചെറു സിനിമകൾ ചേർത്തുള്ള അന്തോളജി ചിത്രത്തിലാണ് മമ്മൂക്കയും രഞ്ജിത്തും വീണ്ടും ഒന്നിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ചെറു സിനിമയുടെ ഒരു ഗ്ലിംപ്സ് വീഡിയോ അണിയറക്കാർ പുറത്തുവിട്ടിരിക്കുന്നു. MDയുടെ കടുകണ്ണാവ് ഒരു യാത്രക്കുറിപ്പ് എന്ന കഥയിലാണ് മമ്മൂക്ക രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ശ്രീലങ്കയിൽ ജോലി ചെയ്തിരുന്ന അച്ഛൻ മറ്റൊരു ബന്ധത്തിലുണ്ടായ മകൾ എന്ന് കരുതപ്പെടുന്ന പെൺകുട്ടിയെക്കുറിച്ച് ഒരു മുതിർന്ന പത്രപ്രവർത്തകന്റെ ഓർമ്മയാണ് കടുകണ്ണാവ് എന്ന സിനിമയുടെ ഇതിവൃത്തം. ശ്രീലങ്കയിലെ ഒരു സ്ഥലപ്പേരാണ് കടുകണ്ണാവ് എന്നത്. PK വേണുഗോപാൽ എന്നാണ് ഈ ചിത്രത്തിൽ മമ്മൂക്ക അവതരിപ്പിക്കുന്ന നായക കഥാപാത്രത്തിന്റെ പേര്. ഒരു ഔദ്യോഗിക ആവശ്യത്തിനായി ശ്രീലങ്കയിലേക്ക് പോകേണ്ടിവരുന്ന വേണുഗോപാൽ തന്റെ പഴയ ഓർമ്മകളെ പൊടിതട്ടിയെടുക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ കഥാപരിസരം. തന്നിലെ നടനെ മാറ്റുരയ്ക്കാൻ കിട്ടുന്ന ഏത് അവസരവും മികച്ചതാക്കുവാൻ ശ്രമിക്കുന്ന മമ്മൂക്കയിൽ കടുകണ്ണാവയിലെ വേണുഗോപാൽ ഭദ്രമായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. പ്രിയദർശനും ശ്യാം പ്രസാദുമടക്കം 8 സംവിധായകരാണ് മനോരഥങ്ങൾ എന്ന ആന്തോളജി സിനിമയിലെ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിൽ മോഹൻലാൽ നായകനായ ഓളവും തീരവും എന്ന ചിത്രം ഒരുക്കിയിട്ടുള്ളതും പ്രിയദർശനാണ്. ഡിനോ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന ത്രില്ലർ ചിത്രം ബസൂക്കയാണ് ഇനി മമ്മൂക്കയുടേതായി തിയേറ്ററിൽ എത്തുവാനുള്ള ചിത്രം. വ്യത്യസ്തമായ ജോണറിൽ ഒരുങ്ങുന്ന പുതുമയുള്ള ചിത്രമാണ് ബസൂക്ക. ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായി ഒരുക്കുന്ന ചിത്രത്തിലാണ് ഇപ്പോൾ മമ്മൂക്ക അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ചിത്രമായാണ് ഇത് ഒരുങ്ങുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അതേസമയം ദേശീയ പുരസ്കാരത്തിനായി ശക്തമായ മത്സരം നടത്തി ഇത്തവണ മമ്മൂക്ക രംഗത്തുണ്ട്. മമ്മൂക്കയുടെ 3 ചിത്രങ്ങളിലെ പ്രകടനങ്ങളാണ് അവാർഡിനായി പരിഗണിച്ചിട്ടുള്ളത്. നൻപകൽ, നേരത്തെ മയക്കം, റോഷാക്ക്, പുഴു എന്നീ ചിത്രങ്ങളാണ് മത്സരവിഭാഗത്തിൽ ഉള്ളത്. മികച്ച നടനു വേണ്ടിയുള്ള മത്സരത്തിൽ കാന്താര എന്ന ചിത്രവുമായി കന്നത്താരം ഋഷഭ് ഷെട്ടിയും മമ്മൂക്കയ്ക്കൊപ്പം മാറ്റുരക്കുന്നുണ്ട്. നിങ്ങൾ മമ്മൂക്കയുടെ ഏതു സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കും സിനിമാ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങൾ അറിയുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.